ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ HSA മലയാളം പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ സിലബസ് പ്രകാരം കേരള ചരിത്രം അല്ലെങ്കിൽ കേരള സംസ്കാരം എന്നുള്ള ഒരു ഭാഗം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ വൈദേശിക സ്വാധീനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പോർച്ചുഗീസുകാരുണ്ട്, ഡച്ചുകാരുണ്ട്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആധിപത്യമുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്, ചില യുദ്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവർ സ്ഥാപിച്ച പ്രധാനപ്പെട്ട കോട്ടകളുണ്ട്. അപ്പൊ ഇത്തരത്തിലെ വൈദേശിക സ്വാധീനം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ സമയം സബ്ജക്ട് പേപ്പറിലും അതേസമയം നമുക്ക് ജനറൽ പേപ്പറിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ജനറൽ നോളജ് എന്ന രീതിയിലും കേരള റിനൈസൻസ് എന്നതിന്റെ ഉള്ളിലെ ഏറ്റവും ബേസിക് ആയിട്ട് കേരളത്തിലെ വൈദേശിക സ്വാധീനങ്ങൾ എന്താണ് എന്ന നിലയിലും ചോദ്യങ്ങൾ അപൂർവമായിട്ട് ജനറൽ പേപ്പറിലും ഈ ഭാഗത്ത് നിന്ന് വന്ന് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപോലെ രണ്ടിനും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ വൈദേശിക സ്വാധീനത്തെ കുറിച്ചിട്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളാക്കിയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് നോട്ട് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിലെ വൈദേശിക സ്വാധീനം. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നമുക്ക് തുടങ്ങാം. അധിനിവേശത്തിന്റെ ആദ്യകാല രൂപങ്ങൾ. അറബികളും ഫിനീഷ്യരുമാണ് കേരളവുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ ആദ്യം പ്രവേശിച്ചത്. ഒമാനിലെയും പേർഷ്യൻ ഉൾക്കടലിന്റെ തീരത്തെയും അറബികളാവണം സമുദ്രമാർഗം ആദ്യം ഇവിടെ എത്തിയത് എന്ന് നമുക്ക് കരുതാം. വ്യാപാരാർത്ഥം എത്തിയ അറബികളെയാണ് മൂർ എന്ന പേരിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. AD 45 ഈജിപ്ഷ്യൻ നാവികനായ ഹിപ്പാലസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാലവർഷക്കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചതോടെ കേരളത്തിലേക്കുള്ള സമുദ്രയാത്ര എളുപ്പമായി. കുരുമുളകായിരുന്നു കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് എത്തിയ ചരക്കുകളിൽ ഏറ്റവും വില പിടിച്ചത്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന നാണ്യം കൂടിയാണ് ഇത് കുരുമുളക് എന്ന് പറയുന്നത്. അപ്പൊ ആ കുരുമുളകാണ് ഇവിടെ നിന്ന് അവര് കൊണ്ടുപോയത്. പണ്ടത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയുണ്ട്, സാമൂതിരി പറഞ്ഞതാണ്, അവരെന്തും കൊണ്ടുപോയിക്കോട്ടെ, നമ്മുടെ ഞാറ്റുവേല കൊണ്ടുപോകാൻ അവർക്ക് പറ്റില്ലല്ലോ എന്ന്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ഇവിടെ വിളയുന്ന സ്വർണത്തിനേക്കാൾ വിലയുള്ള അമൂല്യമാണ് എന്ന് പോർച്ചുഗീസുകാരെ വൈദേശികര് കരുതിയിട്ടുണ്ടായിരുന്ന ഒന്നാണ് കുരുമുളക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വ്യാപാരാർത്ഥമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള യൂറോപ്യൻ ശക്തികൾ, വൈദേശിക ശക്തികൾ കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പൊ കേരളത്തിലേക്ക് എത്തിയ വൈദേശിക ശക്തികളാണ് പോർച്ചുഗീസുകാർ. അവരാണ് ആദ്യം എത്തിയത്. പിന്നീട് ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര് വന്നു. ഇവരെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്താണോ നമുക്ക് പഠിക്കാനുള്ളത് അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കേരളത്തിലേക്ക് എത്തിയ ആദ്യത്തെ യൂറോപ്യൻ അധിനിവേശ ശക്തിയാണ് പോർച്ചുഗീസുകാർ. പറങ്കികൾ എന്നും അറിയപ്പെട്ടത് പോർച്ചുഗീസുകാരാണ്. 1498 മുതൽ 1663 വരെയുള്ള ഒരു കാലഘട്ടമാണ് പോർച്ചുഗീസ് കാലഘട്ടം, കേരളത്തിലെ പോർച്ചുഗീസ് കാലഘട്ടം. അപ്പൊ കേരളത്തിലേക്ക് എത്തിയ പോർച്ചുഗീസുകാരെ കുറിച്ചിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നീ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. 1498 പോർച്ചുഗീസ് നാവികനായിട്ടുള്ള വാസ്കോ ഡ ഗാമ കോഴിക്കോട്ടെ കാപ്പാട് കപ്പലിറങ്ങി. പോർച്ചുഗീസുകാർ വരുന്നത് വരെ കേരളവുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നത് അറബികൾക്കാണ്. മൂർ എന്നറിയപ്പെട്ടിട്ടുള്ളതും ആരാണ്? അറബികളാണ്. അപ്പൊ ഇന്ത്യയിൽ കടൽ മാർഗം സഞ്ചരിച്ചെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാര് പോർച്ചുഗീസുകാരാണ്. 1498 വാസ്കോ ഡി ഗാമ കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പൊ ഇന്ത്യയിലേക്ക് എത്തുന്ന ആദ്യത്തെ പോർച്ചുഗീസുകാരനും കേരളത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ പോർച്ചുഗീസുകാരനും ആരാണ്? വാസ്കോ ഡി ഗാമയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിതമാകുന്നത് 1600-കളിലാണ്. ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കണേ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമാകുന്നത് 1628 അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടുന്ന ഒന്നാണ്. അതുപോലെ കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് ഏത്? തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്.
അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വാസ്കോഡിഗാമയെ കുറിച്ചിട്ടാണ്. ഗാമ ചേട്ടനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വാസ്കോഡിഗാമ കേരളത്തിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത് 1498 മെയ് 20-നാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 1498 മെയ് 20-നാണ് വാസ്കോഡിഗാമ കേരളത്തിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. വാസ്കോഡിഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിക്കുന്നത് 1497 ലിസ്ബണിൽ നിന്നാണ്. 1497 ലിസ്ബണിൽ നിന്ന് ആരംഭിച്ചു. 1498 മെയ് 20-ന് ഇവിടെ എത്തി. 1498 നവംബറിൽ തിരിച്ചുപോയി. ഇതാണ് ഒന്നാമത്തെ യാത്ര എന്ന് പറയുന്നത്. ഗാമ രണ്ടാമതായിട്ട് കേരളത്തിലേക്ക് എത്തുന്നത് 1502-ലാണ്. ഗാമ അവസാനമായിട്ട് കേരളത്തിൽ എത്തുന്നത് 1524-ലാണ്. മാനുവൽ ഒന്നാമൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് വാസ്കോഡിഗാമ കേരളത്തിലേക്ക് എത്തുന്നത്. സെന്റ് ഗബ്രിയൽ എന്നുള്ള ഒരു കപ്പലിലാണ് വാസ്കോഡിഗാമ കേരളത്തിലേക്ക് എത്തുന്നത്. 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോഡിഗാമ കപ്പൽ ഇറങ്ങിയത്. സെന്റ് റാഫേൽ, സെന്റ് ബറിയോ, സെന്റ് ഗബ്രിയൽ എന്നിങ്ങനെ 3 കപ്പലുകളിലായിട്ടാണ് പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് കേരളത്തിലേക്ക് എത്തുന്നത്. അതിൽ സെന്റ് ഗബ്രിയൽ എന്നുള്ള കപ്പലിലായിരുന്നു ആര് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്? വാസ്കോഡിഗാമ സഞ്ചരിച്ചിട്ടുള്ളത്. മൊത്തം 3 വട്ടം വാസ്കോഡിഗാമ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 1524-ലാണ് ഗാമ അവസാനമായിട്ട് എത്തിയത് എന്ന് പറഞ്ഞല്ലോ. ആ വർഷമാണ് ഗാമ എന്തായത്? കേരളത്തിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് സ്ഥാനമേറ്റത്. അപ്പൊ ഗാമ കോഴിക്കോട് വരുന്നു, സാമൂതിരിയുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെടുന്നു. പക്ഷെ ഗാമ വെക്കുന്ന ചില നിർദ്ദേശങ്ങളൊന്നും ആർക്കത്ര പിടിക്കുന്നില്ല, നമ്മുടെ സാമൂതിരിക്ക് അത്ര പിടിക്കുന്നില്ല. അപ്പോ വാസ്കോഡിഗാമ എന്ത് ചെയ്യുന്നു? പിന്നീട് അവിടുന്ന് കോലത്തിരിയുടെ അടുത്തേക്കൊക്കെ സഹായം ചോദിച്ചിട്ട് പോകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യമല്ല. 1524 ഡിസംബർ 24-ലാണ് ഗാമ അന്തരിക്കുന്നത്. 1524 ഡിസംബർ 24-ലാണ് വാസ്കോഡഗാമ കൊച്ചിയിൽ വെച്ചിട്ട് അന്തരിക്കുന്നത്. വാസ്കോഡിഗാമയുടെ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്തിട്ടുള്ളത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോഡിഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത്. ഇനി വാസ്കോഡിഗാമ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടുന്ന ഒരു സ്ഥലം, ഒരു പോയിന്റ്, ഒരു വട്ടം LP UP പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വാസ്കോഡിഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ എവിടെയാണ് എന്നുള്ളത്. ഗോവയിലാണ്. അതുപോലെ ഇന്ത്യൻ സമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടത് ഒന്നാണ്. പിന്നെ വാസ്കോഡഗാമയുടെ പിൻഗാമിയായിട്ട് കേരളത്തിലേക്ക് എത്തിയ ആളാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. വാസ്കോഡിഗാമയുടെ പിൻഗാമിയായിട്ട് എത്തിയ ആളാണ് ആര്? പെട്രോ അൽവാരിസ് കബ്രാൾ. കബ്രാളിന്റെ പൂർണ്ണനാമം പെട്രോ അൽവാരിസ് കബ്രാൾ എന്നാണ്. AD 1500-ലാണ് കബ്രാൾ കേരളത്തിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലേക്കുള്ള രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് കബ്രാൾ ആയിരുന്നു. പോർച്ചുഗീസ് രാജാവിന്റെ പ്രതിനിധിയായി കേരളത്തിലെത്തിയ ആദ്യത്തെ വ്യക്തി ഫ്രാൻസിസ് ഡി അൽമേഡയാണ്. പോർച്ചുഗീസ് രാജാവിന്റെ പ്രതിനിധിയായിട്ട് കേരളത്തിലേക്ക് എത്തിയ ആദ്യ വ്യക്തി ഫ്രാൻസിസ് ഡി അൽമേഡയാണ്. അൽമേഡ കേരളത്തിലേക്ക് എത്തുന്നത് 1505-ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി കൂടിയായിരുന്നു അൽമേഡ. നീല ജലനയം ആവിഷ്കരിച്ചിട്ടുള്ള ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡയാണ്. അൽമേഡ നീല ജലനയം ബ്ലൂ വാട്ടർ പോളിസി. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡയായിരുന്നു. അദ്ദേഹമാണ് നീല ജലനയം ബ്ലൂ വാട്ടർ പോളിസി ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ കൊച്ചിയിൽ പാണ്ഡകശാല, അതായത് ഫാക്ടറി ആരംഭിച്ച പോർച്ചുഗീസ് നാവികൻ എന്നുള്ള വിശേഷണം പെട്രോ അൽവാരിസ് കബ്രാളിനാണ് കേട്ടോ. അത് അതിന്റെ ഇടയിൽ വിട്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് ആണ്. സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ഫ്രാൻസിസ് ഡി അൽമേഡയാണ്. സെന്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. ഏറ്റവും പ്രശസ്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെട്ടിരുന്ന ആളാണ് ആൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഇദ്ദേഹം. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ആൽബുക്കർക്ക്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ഇദ്ദേഹം ആയിരുന്നു. 1505-ലാണ് ഇദ്ദേഹം ചുമതല ഏൽക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ ആരാണ്? ആൽബുക്കർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട എന്ന് പറയുന്നത് പള്ളിപ്പുറം കോട്ടയാണ്. 1503-ലെ നിർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കോട്ടയാണ്
പിന്നീട് അത് പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ എന്നുള്ള വ്യാധി ആർക്കാണുള്ളത്? അൽബുക്കർക്കിനാണ് ഉള്ളത്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആണ് ഇദ്ദേഹം. അതായത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ തലസ്ഥാനമായിരുന്നു ഗോവ. ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയായിരുന്നു. പിന്നീട് അവർ തലസ്ഥാനം ഗോവയാക്കി മാറ്റി. ആ ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തി, പോർച്ചുഗീസിന്റെ തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വ്യക്തിയാണ് അൽബുക്കർക്ക്. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയിയും ആരാണ്? അൽബുക്കർക്കാണ്. സാമുദ്രിയുടെ നാവിക ശക്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഇദ്ദേഹം. ഇന്ത്യയിലെ പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ്? അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സതി നിരോധിച്ചത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിൽ മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി കൂടിയായിരുന്നു അൽബുക്കർക്ക്. പോർച്ചുഗീസുകാരെ വിശേഷിപ്പിച്ചിരുന്നത് പറങ്കികൾ എന്നുള്ളതായിരുന്നു. പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയായിരുന്നു. രണ്ടാമത്തെ തലസ്ഥാനം ഗോവയായിരുന്നു. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയത് അൽബുക്കർക്കാണ്. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് പോർച്ചുഗീസിന്റെ തലസ്ഥാനം മാറ്റിയതും അൽബുക്കർക്കാണ്. 1524 മുതൽ 1526 വരെയുള്ള കാലഘട്ടത്തിൽ പോർച്ചുഗീസ് വൈസ്രോയി ഹെൻറിക് ഡി മെനസസ് ആയിരുന്നു. 1524 മുതൽ 1526 വരെയുള്ള ഇന്ത്യയിലെ വൈസ്രോയി. യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണികഴിപ്പിച്ച ആദ്യത്തെ കോട്ട മാനുവൽ കോട്ടയാണ്. യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണി കഴിപ്പിച്ച ആദ്യത്തെ കോട്ട മാനുവൽ കോട്ടയാണ്. ഫോർട്ട് മാനുവൽ. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണിത്. കൊച്ചിയിലാണ് മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1503 മാനുവൽ കോട്ട നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് മാനുവൽ കോട്ട. ഇതാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാനുവൽ കോട്ടയാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് ഗോവ പിടിച്ചെടുക്കുന്നത്. ചാലിയം കോട്ട പണിതത് പോർച്ചുഗീസുകാരാണ്. 1531 ചാലിയം കോട്ട നിർമ്മിക്കുന്നത്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ഏത് കോട്ട? ചാലിയം കോട്ട. ഈ കേരളത്തിൽ ആദ്യമായി അച്ചടി തുടങ്ങിയ വിദേശ ശക്തികൾ പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ ആദ്യത്തെ അച്ചടി തുടങ്ങിയ വിദേശ ശക്തികൾ ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൊച്ചി, വൈപ്പിൻ എന്നിവിടെയാണ് ആദ്യമായിട്ട് ഇവര് അച്ചടിശാല ആരംഭിക്കുന്നത്. കൊച്ചിയിലും വൈപ്പിനിലുമാണ് പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് അച്ചടിശാലകള് ആരംഭിക്കുന്നത്. അതുപോലെ ഈ കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, മരച്ചീനി, വറ്റൽമുളക് ഇതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായി അച്ചടി തുടങ്ങിയതും ഇവരാണ്. ചവിട്ട് നാടകം തുടങ്ങി വെച്ച വിദേശ ശക്തി പോർച്ചുഗീസുകാരാണ്. പീരങ്കികൾ, തോക്കുകൾ എന്നിവ വ്യാപകമായിട്ടുള്ള കാലഘട്ടം പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിലാണ്. മുൻകാല ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കുഞ്ഞു കുഞ്ഞു പോയിന്റുകളായിട്ട് പറയുന്നത്. കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ കൊട്ടാരം പണിതു നൽകിയത് മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ചത് 1555 പോർച്ചുഗീസ് ഭരണഘട്ടത്തിൽ പ്രസിദ്ധിയിലേക്ക് ഉയർന്നു വന്ന ക്ഷേത്രം ഗുരുവായൂരാണ്. പുകയില ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിൽ ആദ്യമായിട്ട് കോട്ട പണിത വിദേശ ശക്തി പോർച്ചുഗീസുകാരാണ്. കശുവണ്ടി ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ജാതി മരം കേരളത്തിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. മരച്ചീനി കേരളത്തിൽ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്ന പദവി ലഭിച്ച നാട്ടുരാജാവാണ് പുറംനാട്ടു രാജാവ്. പേരയ്ക്ക് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഇതൊക്കെ ഒറ്റൊറ്റ ചോദ്യങ്ങളൊക്കെ ആയിട്ട് പല പരീക്ഷകൾക്കും വന്നിട്ടുള്ളതാണ് കേട്ടോ. മൂറുകളുടെ രാജാവ് എന്നറിയപ്പെട്ടത് കുഞ്ഞാലി മരയ്ക്കാൻ നാലാമനാണ്. കുഞ്ഞാലി മരയ്ക്കാനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവരാണ് കുഞ്ഞാലി മരയ്ക്കാന്മാർ. മരയ്ക്കാൻ എന്ന സ്ഥാനപ്പേര് ഈ വിഭാഗത്തിന് നൽകിയത് സാമൂതിരിയായിരുന്നു. കുഞ്ഞാലിമാരുടെ ആസ്ഥാനമാണ് പുതുപ്പണം കോട്ട അഥവാ കോട്ടയ്ക്കൽ എന്നുള്ള സ്ഥലം. കുഞ്ഞാലി മരയ്ക്കാർ ഒന്നാമന്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലി എന്നാണ്. കുഞ്ഞാലി മരയ്ക്കാർ രണ്ടാമന്റെ യഥാർത്ഥ നാമം കുട്ടി പോക്കർ അലി എന്നാണ്. ഇന്ത്യൻ തീരത്ത് ആദ്യമായിട്ട് നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലി മരയ്ക്കാൻ രണ്ടാമനാണ്. പടമരയ്ക്കാർ, പട്ടുമരയ്ക്കാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിട്ടുള്ളത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്.
മരക്കാർ കോട്ട, പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ്. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായിട്ട് 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട, കോഴിക്കോടിലെ ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. നമ്മളത് പറഞ്ഞതാണ് അല്ലെ. 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ് പടമരക്കാർ, പട്ടുമരക്കാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിട്ടുള്ളത്. മരക്കാർ കോട്ട, പുതുപ്പണം കോട്ട നിർമ്മിച്ചത് ഇദ്ദേഹമാണ്. 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്തതും കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ്. സമുദ്രത്തിലെ അധിപൻ, ഇന്ത്യ മഹാസമുദ്രത്തിലെ അധിപൻ, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിനായകൻ എന്നീ ബിരുദങ്ങൾ ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? കുഞ്ഞാലിമരക്കാർ നാലാമനാണ്. മുഹമ്മദ് അലി മരക്കാർ എന്നായിരുന്നു കുഞ്ഞാലിമരക്കാർ നാലാമന്റെ യഥാർത്ഥ പേര്. കുഞ്ഞാലിമരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ചിട്ട് 1600 വധിച്ചത്. കുഞ്ഞാലിമരക്കാർ നാലാമന്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി. INS കുഞ്ഞാലി മുംബൈയിലാണിത്. കുഞ്ഞാലിമരക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടക്കലാണ്. കുഞ്ഞാലിമരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് 2000 ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന പല ചോദ്യങ്ങളും നമ്മൾ നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ക്ലാസ് കാണുക, നോട്ട് എഴുതിയെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് 13ഓളം ടെസ്റ്റുകളാണ് ഈ ഒരു ടോപ്പിക്കിനെ മുൻനിർത്തി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, കേരള ചരിത്രത്തെ മുൻനിർത്തി. അപ്പൊ അതുകൂടി നോക്കേണ്ടതാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരക്കാർ നാലാമനെ വധിച്ചത് 1600 തുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ എന്നുള്ളത്. തുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ ആദ്യ ഭാഗത്തിൽ പരാമർശിക്കുന്നത് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടാണ്. തുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ 4ാമത്തെ ഭാഗത്തിലെ പ്രയോഗം കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തെ കുറിച്ചിട്ടാണ്. തുഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം സമർപ്പിച്ചിരിക്കുന്നത് ബീജാപ്പൂർ സുൽത്താൻ ആദിൽ ഷായ്ക്കാണ്. ഈ ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് ഗോവ പോർച്ചുഗീസുകാരെ ആൽബുക്കർക്കിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ നോക്കിയതാണ്. ഉദയംപേരൂർ സുനകദോസ് 1599 ഉദയംപേരൂർ സുനകദോസ് വിളിച്ചു കൂട്ടിയത് പോർച്ചുഗീസുകാരാണ്. ഉദയംപേരൂർ സുനകദോസിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 813 ഉദയംപേരൂർ സുനകദോസിൽ അധ്യക്ഷത വഹിച്ചത് അലക്സസ് ഡി മെനിസസ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഉദയംപേരൂർ സുനകദോസ് എന്നുള്ളത് നമുക്കൊട്ടും വിട്ടുകളയാൻ പറ്റുന്ന ഒന്നല്ല. നമ്മളത് കൃത്യമായിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് നമ്മൾ നോക്കും. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്നുള്ള സ്ഥലത്ത് ഉദയംപേരൂർ സുനകദോസ് നമ്മൾ നോക്കുന്നുണ്ട് എങ്കിലും ഇവിടെ നമ്മളത് വിട്ടുകളയാനായിട്ട് പറ്റില്ല. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് ആഭിമുഖ്യമുള്ളവരായി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുനകദോസ് എന്നുള്ളത്. AD 1599 ഇത് നടക്കുന്നത്. 813 പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കൈതച്ചക്ക ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ ക്രൈസ്തവർ റോമിലെ പോപ്പിന് കീഴിൽ വരാൻ കാരണമായിട്ടുള്ള സംഭവമാണ് ഉദയംപേരൂർ സുനകദോസ്. പപ്പായ കേരളത്തിൽ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. പലപ്പോഴായിട്ട് പല ചോദ്യപേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പോർച്ചുഗീസിനെ കുറിച്ചിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളായിട്ട് ഉൾപ്പെടുത്തുന്നത്. അടയ്ക്ക, കൈതച്ചക്ക, തണ്ണിമത്തൻ എന്നിവ കേരളത്തിലേക്ക് എത്തിച്ചത് പറങ്കികളാണ്. അപ്പൊ ഒരു പ്രാവശ്യത്തെ ചോദ്യപേപ്പറിലെ ഓപ്ഷൻ പറങ്കികൾ എന്നായിരുന്നു, പോർച്ചുഗീസുകാർ എന്നതായിരുന്നില്ല. അപ്പൊ പോർച്ചുഗീസുകാരെ തന്നെയാണ് പറങ്കികൾ എന്ന് വിളിക്കുന്ന കാര്യം നമ്മൾ ഓർത്തു വെക്കണം. കയർ വ്യാപാരം വിദേശത്തേക്ക് വ്യാപിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയത് 1663 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുന്നത്. അപ്പൊ ആദ്യം പോർച്ചുഗീസുകാർ വന്നു, അതിന് പിന്നാലെ ഡച്ചുകാർ വന്നു. ഡച്ചുകാർ വന്നിട്ട് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ട് ഡച്ചുകാർ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു. പോർച്ചുഗീസ് അധിനിവേശത്തിന് അറുതി വരുത്തിയത് ഡച്ചുകാരുടെ വരവോട് കൂടിയിട്ടായിരുന്നു. അപ്പൊ ഡച്ചുകാരെ കേരള ചരിത്രത്തിൽ എപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. AD 1595 ഡച്ചുകാർ ഇന്ത്യയിലെത്തുന്നത്. AD 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നു. ഇന്ത്യയിൽ രണ്ടാമതായിട്ട് എത്തിയ വിദേശ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയും ഡച്ചുകാരായിരുന്നു.
നമ്മുടെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയെങ്കിലും അവരിവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആധിപത്യമാണ് ഇവരെ പരാജയപ്പെടുത്തിയത്. ഡച്ചുകാരെ എന്നിട്ട് വന്നു. പക്ഷെ ഇവിടെ നിന്ന് ആദ്യമായിട്ട് പൂർണ്ണമായിട്ട് തിരിച്ചു പോയത് ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാർ ആദ്യത്തെ ഫാക്ടറി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് മസൂലി പട്ടണത്തിലാണ്. പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്ന മതവിഭാഗത്തിൽ ഉൾപ്പെടുന്നവരായിരുന്നു ആര്? ഡച്ചുകാരെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടാണ് കൊല്ലം പിടിച്ചെടുക്കുന്നത്. 1604 ഒരു ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തി. താമസിക്കാതെ ഡച്ചുകാർ കോഴിക്കോട്ടെ സാമൂതിരിയുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി. അതുപ്രകാരം കോഴിക്കോട് തുറമുഖത്ത് ഒരു കോട്ട സ്ഥാപിക്കാനുള്ള അധികാരം ഡച്ചുകാർക്ക് ലഭിക്കുകയായിരുന്നു. തിരുവിതാംകൂറിൽ നിന്ന് കുളച്ചൽ പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമം 1741 ഒരു യുദ്ധത്തിലെ പര്യവസാനിക്കുകയുണ്ടായി. കുളച്ചൽ യുദ്ധം എന്ന പേരിലാണ് ഈ യുദ്ധം അറിയപ്പെട്ടത്. അപ്പൊ ഡച്ചുകാരും തിരുവനന്തപുരത്ത് മാർത്താണ്ഡവർമ്മയും തമ്മിലുണ്ടായിരുന്ന യുദ്ധം, തിരുവിതാംകൂറുകാരും തമ്മിലുണ്ടായിരുന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്നറിയപ്പെടുന്നത്. ഡച്ചുകാരുടെ അധിനിവേശത്തിന് അറുതി വരുത്തിയ യുദ്ധമാണ് 1741 ഏത്? കുളച്ചൽ യുദ്ധം. ഈ യുദ്ധത്തിൽ ഡച്ചുകാർക്കുണ്ടായ പരാജയം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് ഡച്ച് ശക്തിയുടെ തകർച്ചയ്ക്ക് കാരണമായി. അപ്പൊ ഡച്ചുകാര് വന്നതും പോയതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരൊറ്റ സ്ലൈഡിലായിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് 1602 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയത് 1663 ലന്തക്കാർ എന്നറിയപ്പെട്ടത് പോർച്ചുഗീസുകാരായിരുന്നു. ബോൾഗാട്ടി പാലസ് പണിതത് ഡച്ചുകാരാണ്. ബോൾഗാട്ടി പാലസ് പണിത വർഷം 1774 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ വെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി അഥവാ മാവേലിക്കര സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്. 1753 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ഡച്ച് അധപതനത്തിന് കാരണമായിട്ടുള്ള സന്ധി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മാവേലിക്കര ഉടമ്പടി അഥവാ മാവേലിക്കര സന്ധിയാണ്. അടുത്തത് കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധം 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. കേരളത്തിലെ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായിട്ടുള്ള യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചുകാരും തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയും തമ്മിലുണ്ടായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുടെ സംഭാവനയിൽ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ള ഗ്രന്ഥം. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള ഭാഷ ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഭാഷ ലാറ്റിൻ ആണ് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഭാഷ ലാറ്റിൻ ആണ്. മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കൃതിയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവന എന്നറിയപ്പെടുന്ന കൃതിയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരള രാമം എന്നുള്ളൊരു പേര് കൂടി ഇതിനുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാനായിട്ട് സഹായിച്ച മലയാളികളാണ് ഇട്ടി അച്യുതൻ, രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്, ജോൺ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൽ ആദ്യം വിവരിക്കുന്ന കേരള സസ്യം തെങ്ങാണ്. തെങ്ങിനെ പറ്റിയിട്ടാണ് ആദ്യമായിട്ട് വിവരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന ആദ്യത്തെ ഔഷധ സസ്യം എന്ന് പറയുന്നത് തസോവ അരേലി എന്ന് പറയുന്ന സസ്യമാണ്. തസോവ അരേലി വിദേശ നാമമാണ്. ഉച്ചാരണത്തിൽ എന്തെങ്കിലും പിഴവുണ്ട് എങ്കിൽ ക്ഷമിക്കണം. ഹോർത്തൂസ് മലബാറിക്കസിൽ പരാമർശിക്കുന്ന അവസാനത്തെ സസ്യം തെനയാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിരിക്കുന്ന ചിത്രം കുടപ്പനയുടെ ചിത്രമാണ്. 12 തവണയാണ് ഈ ചിത്രം വന്നിട്ടുള്ളത്. മലയാളം ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. 1678-73 കാലഘട്ടത്തിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ് അച്ചടിച്ചത്. 12 വോള്യങ്ങളായിട്ട് 742 സസ്യങ്ങളെ കുറിച്ചിട്ട് അറിവ് പകരുന്ന കൃതിയാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാനായിട്ട് നേതൃത്വം നൽകിയത് വാറൻ റീഡ് ആയിരുന്നു. മലയാള ലിപി അച്ചടിക്കുവാൻ വാറൻ റീഡിനെ സഹായിച്ചത് ഇമാനുവൽ റോയ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലറ്റ് സന്യാസിയാണ് മാത്യൂസ്, ജോൺ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ജോൺ മാത്യൂസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് എഴുതപ്പെട്ടത് ലാറ്റിനിലാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേർത്തലയിലെ കൊല്ലാട്ടുപറമ്പിലാണ്.
കെല്ലാട്ടുപറമ്പിൽ, ക്ഷമിക്കണം, ചേർത്തലയിലെ കെല്ലാട്ടുപറമ്പിലാണ് ഇ.ടി. അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് നമ്മൾ പറഞ്ഞു നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് അച്ചടിച്ചത് എന്നുള്ളത്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം അല്ലെങ്കിൽ ആദ്യ അധ്യായം ഏത് സസ്യത്തെ പ്രതിപാദിച്ചുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം തെങ്ങ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്നത് ഏതാണ് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായിട്ട് സഹകരിച്ച ബ്രാഹ്മണരാണ് അപ്പുഭട്ടും രംഗഭട്ടും വിനായക ഭട്ടും. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് KS മണിലാലാണ്. ഡച്ചുകാർക്ക് ശേഷം കേരളത്തിലെ ആധിപത്യം സ്ഥാപിക്കുന്ന ശക്തിയാണ് ബ്രിട്ടീഷുകാരാണ് ഡച്ചുകാർക്ക് ശേഷം കേരളത്തിലേക്ക് എത്തുന്ന വൈദേശിക ശക്തി എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണവും അതിന്റെ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. മാർഗദർശിയായിട്ടുള്ള ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപനം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടി റോയൽ ചാർട്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടിയാണ് റോയൽ ചാർട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ജനറൽ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 3 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 കോഴിക്കോട് ഒരു വ്യാപാരശാല നിർമ്മിക്കുന്നുണ്ട്. 1684 തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങ് പ്രദേശം ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അവർ സ്വന്തമാക്കുന്നുണ്ട്. 1695 അവിടെ ഒരു കോട്ട പണിതു. ഇതേ സമയം തന്നെ അവർ തലശ്ശേരിയിലും ആസ്ഥാനം നിർമ്മിക്കുന്നുണ്ട്. 1721 ഏപ്രിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറും കൂടിയിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നുണ്ട്. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം ടിപ്പു സുൽത്താന്റെ കൈവശത്തു നിന്നും മലബാർ ആർക്ക് ലഭിക്കുകയാണ്? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ്. വെള്ളക്കാരെന്നാണ് ബ്രിട്ടീഷുകാർ അറിയപ്പെട്ടിരുന്നത്, നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമാകുന്നു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602 ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 ഇതൊക്കെ ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം വരാറുള്ളതാണ്. ഇതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങളായിട്ട് മേന്മകളായിട്ട് ഗുണങ്ങളായിട്ട് ഒന്നും നമുക്ക് പറയാറില്ല. ചോദ്യം വരാറുള്ളത് അവരിവിടെ സ്ഥാപിച്ച കമ്പനികളെ എന്തൊക്കെയാണ് സ്ഥാപിച്ചത്, അതുപോലെ തന്നെ 1664 സെന്റ് ജോർജ് കോട്ട മദ്രാസിൽ അവരെ സ്ഥാപിച്ചിട്ടുള്ള ഒരു കോട്ടയാണ്. ആദ്യമായിട്ട് ഇവരൊരു പാണ്ഡികശാല അല്ലെങ്കിൽ പണ്ടശാല ഫാക്ടറി നിർമ്മിക്കുന്നത് വിഴിഞ്ഞത്താണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായിട്ട് കോട്ട സ്ഥാപിക്കുന്നത് അഞ്ചുതെങ്ങിലാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അത് നടന്നത് 1721 ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എപ്പോഴും ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. 1805 ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നുണ്ട്. ഈ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറിൽ ഉണ്ടാകുന്ന ആഭ്യന്തര മത്സരങ്ങളിലും ലഹളകളിലും ഇടപെടാനുള്ള അധികാരവും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇതിന്റെ ഫലമായിട്ടാണ് കേരളം മുഴുവൻ ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ ആകുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുപോയി, സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കാനുള്ളത്. കേരളത്തിലേക്ക് എത്തിയ അവസാനത്തെ വൈദേശിക ശക്തിയായിരുന്നു ഫ്രഞ്ചുകാരെ. അപ്പൊ അടുത്തത് കേരളത്തിലേക്ക് എത്തിയ ഫ്രഞ്ചുകാരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫ്രഞ്ചുകാർ കേരള ചരിത്രത്തിൽ വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫ്രഞ്ച് താവളങ്ങൾ ഒന്ന് മാഹി, മറ്റൊന്ന് കാരയ്ക്കൽ, യാനാം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവയായിരുന്നു പ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങള്. ഇതിൽ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന ഫ്രഞ്ച് ഗവർണറാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന ഫ്രഞ്ച് ഗവർണർ. കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയ്യഴിയിലാണ്. മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ചത് 1724 ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. മയ്യഴിപ്പുഴയിൽ ഫ്രഞ്ചുകാർ കോട്ട പണിത വർഷം നമ്മൾ പറഞ്ഞു 1724.
പരന്തരീസുകാർ എന്നറിയപ്പെട്ടിരുന്നത് ഫ്രഞ്ചുകാരാണ്. അപ്പൊ പറങ്കികൾ എന്നറിയപ്പെട്ടത് പോർച്ചുഗീസുകാരാണ്, പരന്തരീസുകാർ എന്നറിയപ്പെട്ടത് ഫ്രഞ്ചുകാരാണ്, ലന്തക്കാർ എന്നറിയപ്പെട്ടത് ഡച്ചുകാരാണ്, വെള്ളക്കാർ എന്നറിയപ്പെട്ടത് ബ്രിട്ടീഷുകാരാണ്. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയിട്ടുള്ള വർഷം 1954 ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഫ്രഞ്ചുകാരുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.